ജീവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ ദൈവമക്കളെ, അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്തുകൊണ്ട് വന്നു. യോഹന്നാൻ 1:41. പുതിയ നിയമത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അന്ത്രയോസ്. ആരാണ് അന്ത്രയോസ്? ശിഷ്യനായ പത്രോസിനെ ക്രിസ്തുവിൻ്റെ അരികിൽ എത്തിച്ചയാൾ. മറ്റൊരിക്കൽ 5 അപ്പവും 2 മീനുമായി വന്ന ബാലനെ ക്രിസ്തുവിൻ്റെ മുന്നിൽ എത്തിച്ചയാൾ. യേശുവിനെ പരിചയപ്പെടാൻ ആഗ്രഹിച്ച ഗ്രീക്കുകാരെ അതിന് സഹായിച്ചയാൾ. 5000 പേർക്ക് ഭക്ഷണം നൽകുന്ന അത്ഭുത പ്രവൃത്തിക്ക് കളമൊരുക്കിയാൽ. ഇതൊക്കെ ആയിരുന്നിട്ടും അന്ത്രയോസ് ഒരിക്കലും മുൻനിരയിൽ നിന്നിട്ടില്ല. ആവശ്യക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത ശേഷം പിൻനിരയിലേക്ക് മാറി നിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. നമ്മളോ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ 4 ആളോട് പറയാതെ ഉറക്കം വരില്ല. എല്ലാവരും അങ്ങനെയല്ലെങ്കിലും ചിലരൊക്കെ പേരിനും പ്രശസ്തിക്കും വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ദൈവം കാട്ടിത്തരുന്ന മാർഗം അതല്ല. പേരിനും വീമ്പ് പറയുന്നതിനും വേണ്ടി സഹായം ചെയ്യാതെ സ്വയം ആ പ്രവൃത്തിയുടെ മഹത്വം മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ മുൻനിരയിലേക്ക് ഉയരേണ്ട അവസരത്തിൽ ദൈവം തന്നെ അത് നിർവഹിച്ചുകൊള്ളും. സേവനം എന്നാൽ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ. അറിയപ്പെടാത്ത സേവനം ചെയ്യുന്നവരെ അറിയുന്ന ദൈവം ഉയർത്തുന്നു. കർത്താവായ ഈശോ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. IMSമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.